പാചക പരീക്ഷണമാവാം. ഞാൻ ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത് മലപ്പുറം മന്തിയാണ്. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കി ആണ് പരീക്ഷിക്കുന്നത്. ആ ചാനലിൻ്റെ പേര് വന്നിട്ട് കണ്ണൂർ കിച്ചനാണ്. കണ്ണൂർ കിച്ചൻ സ്പെഷ്യലായിട്ടുള്ള മലപ്പുറം മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. സക്സസ് ആവോ എന്തൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാവുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ഇടികല്ലിലോട്ട് നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2-3 ഏലക്ക, 2-3 പട്ട, ഗ്രാമ്പു 3 ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഇടിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 2 മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. 1.5 ചിക്കൻ ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പൊടിച്ചിതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ സോൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഉപ്പിടപ്പോൾ നോക്കിയിടുക. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടെൻഷനോട് കൂടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം മന്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ കൂടുതലും കണ്ണൂർ കിച്ചൺ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് സക്സസ്സായി വന്നിട്ടുള്ള ധൈര്യത്തിലാണ് ഞാനിപ്പോൾ വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇന്നലെ നൈറ്റൊക്കെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ റെസിപ്പിയൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഈ ചിക്കനാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി ഒരു പാനിലോട്ട് ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാളയുടെ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ മാത്രം മുഴുവനും ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. അതും ചെറുതാണെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ വലുതാണ് എടുത്തത്, അതുകൊണ്ടാണ് പകുതി ചേർത്തത്. ഇതിലോട്ട് 1 ചിക്കൻ ക്യൂബ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് 1 കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് ചേർക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അങ്ങനെ 3 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കഴുകി വച്ചിരിക്കുന്ന അരി നമുക്ക് ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും കഴുകി വച്ചിരിക്കുന്ന അരി ചേർക്കണം. തിളച്ച് വന്നതിന് ശേഷം മാത്രം ചേർക്കുക. അരിയെല്ലാം കൂടെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ അരി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വെച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക. ആ സമയത്ത് ഒരു പാനിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം ചിക്കനും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നാരങ്ങയുടെ പകുതി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരിൻ്റെ പകുതി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയം കൊണ്ട് നമ്മളെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർക്കാം. ഈ ചിക്കനിലും ചൂടുണ്ടായിരിക്കണം, റൈസിലും ചൂടുണ്ടായിരിക്കണം ഇതിലോട്ട് ചേർക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ 2ഉം ഒരേ സമയത്ത് തന്നെ കുക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ റൈസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം എത്രത്തോളം തീ കുറച്ച് വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരും. റൈസ് കുഴഞ്ഞു പോകും എന്നുള്ള ഒരു സംശയവും വേണ്ട, അടി പിടിക്കുമെന്നോ അങ്ങനെയുള്ള യാതൊരു സംശയവും വേണ്ട. എനിക്ക് ഇത് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. മുളകൊക്കെ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. റൈസും ഒട്ടും വെന്ത് കുഴഞ്ഞിട്ടില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടി. എൻ്റെ പാചകം വളരെ സക്സസ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് കുത്തി വെച്ച് കൊടുത്ത മുളകൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു.
ചിക്കനും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ റൈസ് വെക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒട്ടും തന്നെ അടി പിടിക്കില്ല. നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റും. മോള് കുറേ ദിവസം കൊണ്ട് മന്തി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയത്. വളരെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും